എന്തായിരുന്നു അത്? എന്ത്? ഞാനെല്ലാം കണ്ട് അഭിനയിക്കൊന്നും വേണ്ട. നീ എന്തോന്ന് കണ്ടെന്ന്? ഓ, ഇനിയിപ്പൊ എന്റെ വാഴന്ന് കേട്ടേ പറ്റും. ഞാൻ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ആരും കാണാതെ നോക്കിയാൽ മതി. സമയമാകുമ്പോ നമുക്ക് എല്ലാരെയും അറിയിക്കാന്ന്. നീ എന്തൊക്കെയാണ് വിളിച്ചു പറയണേ? ആരടുത്ത് എന്ത് സമയത്ത് എന്തോന്ന് പറയുന്നു? ടോമിയും മീനും കണ്ണും കൊണ്ട് കഥ പറയണത് ഞാൻ കണ്ട്. നമ്മളതിനവിടെ എന്തോന്ന് സംസാരിക്കുന്നു? ഫോൾഡറിന്റെ കാര്യമൊക്കെ പറഞ്ഞോളൂ. ഓ, ഡിലീറ്റ് ആയ പോയ ഫോൾഡർ തപ്പിയെടുത്ത് കൊടുക്കണത് അത്ര വലിയ തെറ്റൊന്നുമല്ല. നീ എന്തോടാ ഒരു അർത്ഥം വെച്ച പോലെയൊക്കെ സംസാരിക്കണേ? ഞാൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല. ചിലപ്പോ വേറെ ആരെങ്കിലും അങ്ങനെ സംസാരിച്ചെന്ന് വരാം. അതിനുള്ള ഇട നിങ്ങൾ വരട്ടാതിരുന്നാൽ മതി. നിനക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പോടാ ഇവിടെ 1008 പണികളുണ്ട് മനുഷ്യന്. നീയല്ലേ ഈ പണിയെടുത്ത് എന്റെ തലയിൽ വെച്ചിരുന്ന്? എന്തായിരുന്നു നിന്റെ അപ്പോഴത്തെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം വരാതെ നോക്കിയാൽ മതി. എനിക്കൊന്നും പ്രശ്നം വരാൻ അല്ല, ടോമിയും മീനും തമ്മിലുള്ള ഈ കണക്ഷൻ വേറെ ആരെങ്കിലും അറിഞ്ഞ ഒരു ആടി എത്തിയിട്ടെന്നുണ്ടല്ലോ. ഞാൻ നോക്കച്ചു നമ്മൾ എന്തോ കണക്ഷൻ? എന്തിനിങ്ങനെ ചൂടാവണേ? ടോമിക്ക് മീനുവിനോട് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ മീനുവിന് ടോമിയോട് എന്തോ ഒന്നുണ്ട്. നീ അങ്ങനെ പറഞ്ഞു? അല്ല, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞ. അതെ, ഇനിയിപ്പോ അത് ആലോചിച്ചോണ്ടിരിക്കണ്ട. ആ ഡിലീറ്റ് ആയി പോയ ഫയല് എങ്ങനെയാലും ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ടോമിയെ കൊണ്ട് പറ്റും, ഇല്ലെങ്കിൽ മീനും ആകെ നിരാശയിലാവും. ഞാനിതെങ്ങനെ ശരിയാക്കും? ടോമിയെ കൊണ്ട് സാധിക്കൂന്നേ. അതിനെന്താണ് ഒരു വഴി? പോരാ, സോഫ്റ്റ്നെസ് തീരെ പോരാ. നമുക്ക് ഈ മൊത്തത്തിലുള്ള സെറ്റപ്പ് അങ്ങ് മാറ്റിയാലോ? നിനക്ക് ഞാൻ ഈ സോഫയും കൂടെ മാറ്റിത്തരാം. ഒന്നാമത് എവിടെ തൊട്ടാലും ജലമാണ്. ഓ, ഇനി എല്ലാം കൂടി എടുത്ത് ഞങ്ങളുടെ തലയിലിട്. അല്ലെ തന്നെ 5-6 കമ്പനി തുടങ്ങിയിട്ട് പൂട്ടിച്ചൊക്കെ ഞങ്ങളാണ്. ആ പൂട്ടിയ കമ്പനിയിലൊക്കെ നിങ്ങളും രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഉത്തരവാദിത്തം എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അങ്ങോട്ട് പിരിച്ചു വിടും. എന്നാ പിരിച്ചു വിട്ടിരിക്കുന്നു, പോകറങ്ങി. അയ്യടാ, അങ്ങനെ ചുമ്മാ അങ്ങ് പിരിച്ചു വിടാൻ പറ്റത്തില്ല. PF, ഗ്രാറ്റുവിറ്റി, കോമ്പൻസേഷൻ ഇതൊക്കെ തന്നെ മാന്യമായിട്ട് ഞങ്ങളെ പിരിച്ചു വിടാം. പിന്നെ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6 month ഫുൾ സാലറി, നോ ബാർഗൈനിങ്. അയ്യോ, അത് കുറഞ്ഞു പോയല്ലേടി. നിനക്ക് ഞാൻ 1 കൊല്ലത്തെ ശമ്പളം തന്നു വിടാം. അങ്ങനെ 1 കൊല്ലത്തെ സാലറി തരാൻ പറ്റുമെങ്കിൽ ഐ ആം ഓൾസോ ഹാപ്പി. നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയനെ നഷ്ടപരിഹാരം ഇങ്ങോട്ട് തരണം. അങ്ങനെ എല്ലാ കുറ്റവും കൊണ്ട് തൊഴിലാളികളുടെ തല വെക്കാതെ ബൂർഷ മുതലാളി. എന്തൊരു അലമ്പ ഇത്! നിങ്ങൾ സൗണ്ട് അങ്ങ് അങ്ങാടി വരെ കേൾക്കാലോ. നിനക്കെന്റെ പഴയ സ്കൂളിലെ കണക്കടിച്ചിട്ട് അതേ ഇവിടെ മനുഷ്യന്മാർക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഓരോ അനാവശ്യ കാര്യത്തിന് രണ്ടും കൂടെ വഴക്ക്. അവിടെ എന്തായി? അവൻ വല്ലതും ശരിയാക്കുന്നുണ്ടോ? ടോമി എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, റിസൾട്ട് വൈകാതെ അറിയാം. അവനെ എന്നെക്കാളും നന്നായിട്ട് അറിയാന്നുള്ള വേറെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, അവനെ കൊണ്ടുപോയി ശരിയാക്കാൻ പറ്റൂല. മര്യാദക്ക് ഏതെങ്കിലും ടെക്നീഷ്യനെ വിളിക്കുന്നതാണ് നല്ലത്. വലിയ വള്ളി പിടിച്ച് വെക്കല്ലേ. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ടോമി ഇതൊക്കെ ചെയ്ത്. സ്വന്തം സഹോദരനല്ലേ, കുറച്ചെങ്കിലും വിശ്വാസമാവാം കേട്ടോ. എനിക്ക് അവനെ വിശ്വാസം ഇല്ല. ഇക്കാര്യത്തില് ഞാനും ജോമി പറഞ്ഞു തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവനെ കൊണ്ട് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ടോമി ഇതൊക്കെ ചെയ്യും. മീനുവിന് അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇതെവിടെ നിന്ന് പെട്ടെന്ന് ഒരു വിശ്വാസം? അല്ല, അത് മാത്രല്ല, ഇന്ന് രാവിലെ വരെ അവൾക്ക് ഒരു ഉറപ്പില്ലായിരുന്നല്ലോ ഇക്കാര്യത്തില്. അതെ, നമ്മള് ഒരാൾക്ക് ഒരു ചാൻസ് കൊടുക്കണം. ആദ്യം അവസരം കൊടുത്തിട്ടോ അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ. ഇതിപ്പോ അവസരം കൊടുക്കാതെ ചുമ്മാ കുറ്റം പറയാൻ ഇറക്കാൻ പറ്റാതെ എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. മീനു ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് യോജിപ്പില്ല. ഓ പിന്നെ ആർക്കാ ഇവിടെ തീരെ യോജിപ്പില്ലാത്തത്? അയ്യോ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല മാഡം. നമ്മൾ എല്ലാവരും ചെയ്യുന്ന പ്രൊജക്ടുകൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളൊരു ഡിസ്കഷനിലായിരുന്നു. അല്ലാതെ ചെയ്താലേ ഒരു യോജിപ്പില്ലാത്ത പരിപാടി ഇപ്പോൾ. അതുകൊണ്ടാണ്. നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ? ഒന്നുകിൽ ആ കഫറ്റീരിയ കാണും, അല്ലെങ്കിൽ ഇവിടെ റിസപ്ഷനിൽ. നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലേ? അല്ല മാഡം, ഈ ലിമിറ്റഡ് സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലേ ഇരിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പൊ പിന്നെ അത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഔട്ട്ഡോർ ഒക്കെ പോകാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടല്ലേ. മാഡത്തിന്റെ ഉന്നത തല ബന്ധങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്ത് തരാറില്ല, ഞങ്ങൾ റെഡിയാ. ഞാനിവിടെ ഇപ്പൊ പുതിയതല്ലേ, ആദ്യം ഈ ഇൻഡോർ സ്പേസിലൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പഠിച്ചെടുക്കട്ടെ. അതിനുശേഷം ഔട്ട്ഡോറിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. മതി മതി മാഡം, ഞങ്ങൾക്ക് ഇങ്ങനെ ധൃതിയൊന്നുമില്ല. അല്ല ആന്റി, ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തിനാണ് അവരുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത്? ഞാനും കൂടെ ഈ കമ്പനിയുടെ ഓണർ അല്ലേ.
ഇപ്പൊ ഞാൻ ഓണർഷിപ്പിലുള്ള എന്റെ കമ്പനിയുടെ സ്റ്റാഫ് എന്റെ അടുത്ത് നിൽക്കുന്നതിന് ആന്റിക്ക് എക്സ്പ്ലനേഷൻ തരണോ? ആ തരണം. നീയും എനിക്ക് എക്സ്പ്ലനേഷൻ തരേണ്ടി വരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ അപ്പനോട് വിളിച്ച് ചോദിക്കും. തങ്കച്ചി പാസ് ഒലിച്ചിറങ്ങണ അപ്പന്റെ അടുത്ത് ചോദിച്ചാൽ എന്ത് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആന്റി അത് വിടും. ആണല്ലോ. ഏതായാലും നിനക്കൊന്നും ആന്റി പാസം ഇല്ല. അപ്പൊ പിന്നെ നിന്റെ അപ്പന് കുറച്ച് തങ്കച്ചി പാസെങ്കിലും ഉണ്ടായിക്കോട്ടെ. പായസോ? പായസല്ല, പാസം. അതായത് പെങ്ങൾ സ്നേഹം. ഓക്കെ. അതെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ആ ടോമി മീനുന്റെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ഇരിക്കുന്ന കണ്ടല്ലോ, അവൻ എന്താ അവിടെ കാര്യം? അവൻ അവിടെ ഇരിക്കാൻ പാടില്ലേ? ഇരിക്കാം. നീ പറഞ്ഞ പോലെ അവനും ഇവിടുത്തെ ഓണർ ആണല്ലോ. ഞാൻ അതല്ല ചോദിച്ചത്. ഇപ്പൊ ജോലി ചെയ്യേണ്ടിയിരുന്ന പെങ്കൊച്ചിനെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് അവൻ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. അതെ, ഒരു പ്രപ്പോസലില് ഒരു ഡൗട്ട് വന്നപ്പോ ടോമി അത് തീർത്തരാന്ന് പറഞ്ഞിട്ട് ഇരുന്നതാ. പ്രപ്പോസൽ അല്ലേ? എനിക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നെ ആരും പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട കേട്ടോ. ആന്റി എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എനിക്കെങ്ങനെ അറിയാം? ഡൗട്ടുണ്ട്. നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ വല്ല ധാരണ ഉണ്ടടേ? പിന്നല്ലാണ്ട് നാട്ടിൽ നമ്മുടെ കമ്പനിയിലെ അവിടുത്തെ അക്കൗണ്ട്സിലെ കണക്കൊക്കെ എക്സൽ ഷീറ്റിൽ അടിക്കണേ ഞാനാ. എക്സൽ ഷീറ്റിലൊക്കെ അടിക്കുന്നൊക്കെ വെച്ചിട്ടേ ഈ കാണാതായ ഫോൾഡർ കിട്ടണമെന്നില്ല. ആര് പറഞ്ഞു? അത് കണ്ടുപിടിക്കാനുള്ള വഴിയല്ലേ ഞാനീ നോക്കിക്കൊണ്ടിരിക്കണേ. അയ്യോ, ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഫയല് ഞാൻ ഡിലീറ്റ് അടിച്ചപ്പോ കാണാനില്ല. അത്ര ഉള്ള അത് റീസൈക്കിൾ പിന്നെ കാണും, അതിൽ നിന്ന് അങ്ങ് എടുത്താൽ മതി. അതെങ്ങനെയാ കണ്ടുപിടിക്കണേ? ഈ സമയം എക്സൽ ഷീറ്റ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന പോലെ ഉണ്ട് വിചാരം. ഇത് കണ്ട, ഇതാണ് റീസൈക്കിൾ പിൻ. ഇതിൽ കയറിയിട്ട് ഈ ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കിടന്നിടത്തൊക്കെ വരും. അല്ല, അപ്പൊ അതിന്റെ അടുത്തെടുക്കണ ഈ 2 ഫയലോ? ഇതല്ലേ മീനുവിന്റെ കാണാതായ ഫോൾഡർ? ഇതാണോ മീനുവിന്റെ കാണാതെ ഫയൽ ടോമി കണ്ടുപിടിച്ചേ? അതല്ലടാ, ഇതെങ്ങനെ ഇതിൽ വന്നേ? ടോമി കണ്ടുപിടിച്ചു. കാണാതെ ഫയൽ ടോമി കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചല്ലോ. ടോമി കണ്ടുപിടിച്ചു. എന്നാലും ഫയലൊക്കെ എങ്ങനെയായിരിക്കില്ലേ ഡിലീറ്റ് ആയിട്ടുണ്ടാവുക? ഡിലീറ്റ് ആയതിന്റെ ചരിത്രമല്ലല്ലോ ഇവിടുത്തെ വിഷയം. ടോമി അത് കണ്ടുപിടിച്ചു എന്നുള്ളതല്ലേ ഇവിടുത്തെ വിഷയം. ശരിയാ. താങ്ക് യു ടോമി, എന്റെ ജോലി പോവാതെ രക്ഷിച്ചതിന്. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തെന്നല്ലേ. ഒരുപാട് താങ്ക്സ്. ഇപ്പൊ എല്ലാവർക്കും കൂടെ മനസ്സിലായില്ലേ മീനുവിനൊരു ആവശ്യം വന്ന ടോമി ഉണ്ടാവും എന്നുള്ളത് അല്ലേ? അപ്പൊ എനിക്കൊരു പ്രശ്നം വന്നാ ടോമി ഉണ്ടാവൂലേ? പിന്നെ രേഷ്മിക്ക് ഒരു ആവശ്യം വന്ന ജോമി ഉണ്ടാവും അല്ലേ ജോമി? എന്താണ് നോക്കിപ്പിടിക്കൂടെ? എന്തായാലും ചെലവ് വേണം കേട്ടോ. അല്ലെ ഇപ്പൊ വേണ്ട, ഇപ്പൊ എന്തായാലും ഇവിടുത്തെ പണിയെ കിടക്കട്ടെ. എന്നാ പിന്നെ ഞാൻ ഓ